കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. കോപ്പർ ഫോളിയോ ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു. രമ്യദാസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രമ്യ, ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏത് വിധത്തിലാണ്? കൂടുതൽ മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ടോ? ഭാഗത്തുള്ള മണ്ണ്, കാരണം വലിയ തോതിലാണ് പിന്നിൽ ഈ താഴേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. ഇതിൽ മണ്ണ് മാറ്റുന്നതിനിടെയാണ് വീണ്ടും അതിന് സമീപത്തു നിന്നും വീണ്ടും മടി ഇടിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും തമ്മിൽ സ്വീകരിച്ചുകൊണ്ട് വരുന്നത്. കാരണം ഈ മണ്ണിനടിയിലാണ് ഇപ്പോൾ ഒരാൾ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നിഗമനം. കാരണം 3 പേരാണ് ഇവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ 2 പേർ ഓടി മാറിയതിനാലാണ് വലിയ തോതിലുള്ള അപകടം ഒഴിവായത്. അതിൽ ഒരാളാണ് ഇപ്പോൾ ഈ ഒപ്പം ജോലി ചെയ്യുന്നവർ തന്നെയാണ് പറഞ്ഞത്. കാരണം ഒരാൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ, രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തോതിൽ തന്നെയാണ് വലിയ മണ്ണിൻ്റെ കട്ടകളാണ് വീണിട്ടുള്ളത്. ഇത് പൊളിച്ചും ഈ ഡ്രില്ലർ ഉപയോഗിച്ചും മറ്റും പൊളിച്ചുമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് ഇതിനിടയിൽ മാറ്റുന്നതിടയിൽ തന്നെയായിരുന്നു ഇതിൻ്റെ സമീപ ഭാഗത്തു നിന്നും വീണ്ടും മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ഇത് ഒരു വിധത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാഗത്ത് നിന്നായിട്ട് ഇവർ ഈ മണ്ണ് വലിയ തോതിൽ തന്നെ മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വലിയ തോതിലുള്ള ജനറേറ്ററുകളും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സും കൊണ്ടുവന്നിട്ടാണ് ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 പേരായിരുന്നു ഈ രാവിലെ ഇവിടെ ജോലിക്കായി എത്തിയിരുന്നത്. ഇവർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നിടയിലായിരുന്നു ഇത്തരത്തിൽ ഈ മണ്ണ് ഇവരുടെ മുകളിലേക്ക് വലിയ തോതിൽ തന്നെ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. കാരണം ഈ മേഖലയിൽ മണ്ണ് ഇടിയുന്ന ഒരു മേഖലയാണെന്നാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്നുമെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഈ മണ്ണിടിയുന്ന മേഖലയായതിനാൽ തന്നെ ഈ സ്റ്റേ ഓർഡർ പ്രദേശത്ത് സമീപത്ത് വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ഓർഡർ ഉൾപ്പെടെ വാങ്ങിയിരുന്നു. ഈ സ്റ്റേ ഓർഡർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിനെ അവഗണിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ദാരുണമായി ഒരു അപകടം കൂടി നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വലിയ തോതിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മണ്ണിനടിയിൽ ഒരു തൊഴിലാളി, അതായത് ഇതര സംസ്ഥാന തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് എവിടെയുള്ള ആളാണ്, ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകണം. കൂടാതെ തന്നെ ഈ മണ്ണിടിച്ചിലുള്ള മേഖലയാണെന്ന് നേരത്തെ ഈ പ്രദേശവാസികളെല്ലാം പറയുന്നുണ്ട്. കാരണം സ്റ്റേ ഓർഡർ ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മണ്ണ് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെയാണ് മണ്ണ് ഇവിടേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടു. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് സമീപത്തു നിന്നും വലിയ തോതിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. കാരണം മണ്ണിടിഞ്ഞ മേഖലയിൽ വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ ചെറിയ തോതിലെന്തെങ്കിലും ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഈ പ്രദേശത്തുൾപ്പെടെ മണ്ണ് നിൽക്കുന്നത്. കൂടാതെ തന്നെ ഇതിന് മുകളിൽ വീടുകളുണ്ട്. ആ വീടുകളിൽ ആൾതാമസവുമുള്ള വീടുകൾ തന്നെയാണ്. ആ വീടുകൾക്കും ഇത് വലിയ തോതിൽ തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. കാരണം ആ വീടിന് സമീപത്തുള്ള മണ്ണുകളെല്ലാം ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഒരു സൈഡിൽ ഈ മണ്ണിടിച്ചിലിൻ്റെ ആകാം ടാർപോളിൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണം ഉൾപ്പെടെ വെച്ച് മറച്ചിട്ടുണ്ട്. കാരണം ആ മേഖലകൾ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് മണ്ണിടിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഈ മേഖല അങ്ങനെയാണ്. കാരണം ഇത് കുത്തനെയാണ് മണ്ണെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ JCB ഉപയോഗിച്ചുമാണ് വലിയ തോതിൽ തന്നെ ആഴത്തിൽ തന്നെയാണ് മണ്ണെടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ ആവാം. കാരണം കുറേ ദിവസങ്ങളിലായി ഈ മേഖലയെല്ലാം നല്ല തോതിൽ മഴ നിന്നിരുന്നു. മണ്ണിൽ ശക്തമായി തന്നെ വെള്ളം ഇറങ്ങുമ്പോൾ ദുർബലമാണെങ്കിൽ മണ്ണിടിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെയാണ് ഈ മുകളിൽ നിന്നും ഈ മണ്ണിടിഞ്ഞ് ഈ കൺസ്ട്രക്ഷൻ, അതായത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മേഖലയിലേക്ക് വീണിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ നിലവിലൊരു ഇതര സംസ്ഥാന തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആരെ രക്ഷപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ ഫയർഫോഴ്സും അതുപോലെ പോലീസിൻ്റെയും വൻ സന്നാഹമുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
മൂന്ന് തൊഴിലാളികളാണ് രാവിലെ മുതൽ ഈ മേഖലയിൽ ജോലി എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ കുറേ ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3 തൊഴിലാളികളായിരുന്നു രമ്യ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ദൃക്സാക്ഷി പറയുന്നത്. ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തത്.